അന്ന് ഞങ്ങൾ വെല്ലിപ്പാനായിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ ആണ്. അനൂന സിയമോള് വെല്ലിപ്പ. അന്ന് എന്തൊക്കെ ചോദിച്ചോളി. നിങ്ങൾക്ക് വെല്ലിപ്പനോട് ചോദിക്കാണ്ട്. ആദ്യം പോലും അറിയേണ്ടതേ വയസ്സോ? വെല്ലിപ്പാടെ വയസ്സ് വെല്ലിപ്പാക്ക് വയസ്സ് ഇപ്പം ഏകദേശം വെല്ലിമ്മ ഒരു 19 വയസ്സുണ്ടാവും അല്ലേ? 85 മേലെ പോയി. 90 മാഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി നിങ്ങൾ ഈ വെല്ലിപ്പാൻ്റെ ഉപ്പ ഇമ്മ ഓരൊക്കെ പേര് നിങ്ങളെ പട പേര് എത്ര തലമുറയുടെ പേര് നിങ്ങൾക്ക് അറിയാം? അതായത് നിങ്ങൾ പട പേര് ഞങ്ങൾക്കൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അത് നിങ്ങളെ പട പേര് ആയമല്ല, നിങ്ങളെ വെല്ലിപ്പാടെ പേര് അയമല്ല മേതുറ്റുമല്ല. ഇനി അതിന്റെ മേലക്കുള്ളത് ഓരോ പേരറിയോ? ആളെ തന്നെ അറിയില്ല അല്ലേ? ഇപ്പൊ അവിടെ മാത്രമേ അറിയുള്ളൂ. ശരിക്കും നിങ്ങളെ സ്വദേശം ഇവിടെ തന്നെയല്ല, ഇരുമ്പേത്തല്ല, മൂർക്കനാടാണ്. മൂർക്കനാടാണ് കൂട്ടപ്പിലാക്കര പേരുള്ളത്. നിങ്ങൾ ഉമ്മമാന്റെ ഇതിലുണ്ട് വന്നതാണ്. ശരി. ഉമ്മമാരുടെ പേരെന്താ? കുഞ്ഞിക്കതിയാണ് നിങ്ങളെ ഉമ്മയുടെ പേര്. സക്കി തിത്തിരു നമ്മളെ അമ്മായിയുടെ പേര്. അമ്മായിയുടെ തിത്തിരു. ഓല ഉമ്മയുടെ പേര് ഖദീജമ്മ. കുഞ്ഞി ഖദീജ പാത്തുമ്മ. അപ്പൊ കുഞ്ഞി ഖദീജ ഉമ്മയുടെ അമ്മയുടെ പേര് പാത്തുമ്മ. കുഞ്ഞി ഖദീജ പറഞ്ഞപ്പോ ആരാ? ഉമ്മയുടെ അമ്മ. അത് ശരി. ആ മുത്തിമാമ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ ഓല ഭർത്താവിൻ്റെ പേരറിയില്ല. ഓല ഭർത്താവ് ആരായിരുന്നു? അതറിയില്ല അല്ലേ? ശരി. ഇനി നിങ്ങൾക്ക് ചോദിക്കും ജീവിച്ചിരിക്കുന്ന ആര് കുടുംബക്കാരുള്ളത്? നിങ്ങളെ ഇളാപ്പാര് മൂത്താപ്പാര്? ഇപ്പം ഇവിടെ എന്താ മറ്റേ നമ്മളെ പാടപ്പുറത്ത് ആരുമില്ല. ഇളാപ്പാരാരുമില്ല. എത്ര അമ്മാമാര്? എത്ര? അഞ്ചാളില്ല. അമ്മായിമാര്? അല്ല നിങ്ങൾക്ക് ഒരമ്മായി ഉണ്ടായിരുന്നു? ഒരമ്മായി 5 അമ്മാമാരും? ശരി. കല്യാണം കഴിഞ്ഞത് എത്രാമത്തെ വർഷം അറിയോ? ഏകദേശം എന്നാലും ഒരു കണക്കൂട്ടില് 1960-ലോ? 60. അപ്പോൾ 60 വെല്ലുമ്മ മരിക്കുമ്പോൾ 2005-ലേ? 45 വർഷം. നിങ്ങൾ മുമ്പിലൊന്നും വെല്ലുമ്മനെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ല. ആദ്യമായിട്ട് പണിക്ക് പോയത് എത്ര വയസ്സിലറിയോ? എന്നാലും ഒരു ഏകദേശം കണക്ക് ഇപ്പൊ ഇപ്പൊക്കെ 13 വയസ്സെന്നൊക്കെ ഒരു കണക്കുണ്ട്. നിങ്ങൾക്ക് പോയി വേണം. ആദ്യം എങ്ങോട്ടാ പോയത് എന്നുള്ളൊരു കോഴിക്കോട് ഏകദേശം കാര്യമായിട്ട് എവിടെ ഉണ്ടായിരുന്നത്? 64-ലാണ്. ശരി. കാര്യമായിട്ട് എവിടെ ഉണ്ടായിരുന്നത്? കാര്യമായിട്ട് 64-ലാണ് കോഴിക്കോട് പോയത്. 64. 13 കൊല്ലം. അപ്പൊ ഈ വയനാട് ഉണ്ടായെന്ന് പറഞ്ഞത്? വയനാടിന്റെ കോഴിക്കോടായിരുന്നു. വയനാടിന്റെ അങ്ങനെ പോയില്ലേ? മാവൂര് കമ്പനിയിലെ പണിയാണ് അന്ന്. മാവൂര് കമ്പനി. അവിടെ എന്താ പരിപാടി? അവിടെ മോള ലോഡ് കയറ്റ. പെരേക്ക് ദിവസം വന്നിന്നോ? വീട്ടിലേക്ക് ദിവസം വന്നിന്നോ? അയ്യ, ഒരു മാസം 2 മാസം അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി നിൽക്കും. ഇപ്പം അതിന് ശേഷം മൂത്ത മകനായതിന് ശേഷം അതിന് ശേഷമാണ് അങ്ങോട്ട് പോയി കണ്ണൂർ പോയത്. അതുവരെ ഇവിടെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ടാണ് 62-ൽ പോയി. 60-ൽ കല്യാണം കഴിഞ്ഞ് 64 പോയി. 64 പോയത്. ശരി. വെല്ലിപ്പാടെ ജനനം ഇവിടെ തന്നെ ഇരുമ്പേത്ത്. ഇരുമ്പേത്താണ് വെല്ലിപ്പാടെ ജനനം. മൂർക്കനാട് വെല്ലിപ്പാടെ ഇപ്പാപ്പാടെ നാടാണ്, അഥവാ വെല്ലിപ്പാടെ നാട്. വെല്ലിപ്പാടെ ഇപ്പയാണ് ഇരുമ്പേത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം മൂത്തതല്ലല്ലോ.
മൂത്തത് നമ്മളെ വാവാക്കാടെ ഇപ്പൊ വലിയപ്പ എത്രാമത്താണ് ഏത് നിങ്ങളെ മക്കള്? ഇപ്പം നിങ്ങൾ എത്രാമത്തെ മക്കളാ? എത്രാമത്തെ മകനാ? ഞാനവിടെ 3, 4, 5 അഞ്ചാമത്തെ. 5 മക്കൾ. എത്ര മക്കളാ? 4 ആണും 4 ആണും 3 പെണ്ണും. 3 പെണ്ണും. ഓരെത്ര മക്കൾ? ഇവിടെ നിക്കോ നിക്ക് ഒരുപാട് മക്കളുണ്ട്. വല്യപ്പാക്ക് 10 മക്കള്. പേരക്കുട്ടികൾ എത്രയാണെന്ന് ചോദിക്കാൻ പാടില്ല. പേരക്കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടംപോലെ പേരക്കുട്ടികളുണ്ട്. അത് കുട്ടിയെ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി. അവൻ്റെ ചോദ്യം പൊട്ടി. ജി മമ്മാടെ കുട്ടിയായിപ്പോ ജി മുറ്റിമാമയാണ് പാപ്പട്ടുള്ളത്. ഇതൊക്കെ മുറ്റിമാമയാണ് പേരക്കുട്ടികൾ അല്ലേ? പിന്നെ ഇവര് ഞങ്ങൾ ചോദിച്ചൊരു ഇതാണ്, എല്ലാവരും ഏകദേശമൊക്കെ വയസ്സ് മെയിലാണ് കാണുന്നത്. വയസ്സ് പോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ കാരണം? എല്ലാവരും അല്ല, നൗഫാപ്പാൻ്റെ, സെലിയാപ്പാൻ്റെ, പിന്നെ അമിതളാപ്പാൻ്റെ ഒക്കെ അന്നൊക്കെ അതൊക്കെ മെയിലാണ് കാണുന്നത്. മെയ് മാസത്തിലാണ് കാണുന്നത്. അതെല്ലാരും മെയിലാണ്. വല്യപ്പാടെ ഡേറ്റ് ഓഫ് അന്ന് പ്രസവമൊക്കെ നാട്ടിലുണ്ടല്ലായിരുന്നു? ഇല്ല. അത് ശരി, ഒക്കെ വീട്ടിൽ തന്നെ. ഇല്ല. അന്നത്തെ കല്യാണങ്ങൾ എങ്ങനെയായിരുന്നു? അതല്ല, നമ്മൾ അന്ന് ഈ രാത്രി കല്യാണം എന്ന് കേട്ടിട്ടുണ്ട്. രാത്രിയാണ് ഇപ്പാടെ കല്യാണങ്ങൾ ഇവിടുന്ന് മുളങ്കാവ് വളയൻ്റെ കല്യാണത്തിന് നിങ്ങൾ അവിടെ നിന്ന് നടന്നു വന്നതൊക്കെ പറഞ്ഞു. അങ്ങോട്ട് രാത്രി അവിടെ നിന്ന് നടന്നിരിക്കുകയാണെന്ന്. രാത്രി ചൂട്ട് കത്തിച്ച് കിടക്കും. അന്ന് നോമ്പുകാരൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ നോമ്പ് പിന്നെ ഇപ്പോഴത്തെ വ്യത്യാസമായിട്ട് എന്താ ഉള്ളത്? അന്ന് ഇപ്രാവശ്യം പള്ളിക്കൊന്നും അധികം അങ്ങനെ ആൾക്കാരെ കാണില്ല. ഈ നോമ്പറക്കായിരുന്നു പണ്ടത്തെ കാര്യമായിട്ട്. പിന്നെ അന്ന് പള്ളി ഭക്ഷണം ഉണ്ടാവും. ഇന്നിപ്പോ പള്ളിക്ക് വളരെ കുറച്ച് കഞ്ഞി. ശരി. ഓ, ഇപ്പൊ പള്ളിക്കാൻ ആളില്ലല്ലേ? നോമ്പറക്കാൻ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കല്ലേ. ശരി. അതുകൊണ്ട് നോമ്പറക്ക അവിടെ കുട്ടികൾ മക്കളൊക്കെ ഉണ്ടാവും. മറ്റേ 25 വയലിൽ നേരം ബോറ് വാങ്ങുമ്പോൾ അതിനൊരു ഒഴിവില്ല. ഏകാൻ കൊടുക്കണം. ചീനുണ്ടാക്കലിന്റെ പണി ആൾക്കാർ വന്നിട്ട് പോയിട്ടും പഴുത്തോട്ട് നടത്താൻ ആൾക്കാരോ ഉണ്ടല്ലേ? പഴുത്തോട്ട് നടത്താൻ ആൾക്കാരോ. അത് ശരി. ദ്വാരക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നോമ്പറിലാവുക. അത് ശരി. അത്രക്കും ആൾക്കാർ അന്നുണ്ടാവും. ഇപ്പൊ പിന്നെ ആ സമയത്തിന് ആളില്ല. ഇപ്പൊ ജുമാക്കാൻ ആളില്ല. പിന്നെ ആളില്ല. ഒരു നോമ്പാണ് പോയാൽ നിൽക്കാൻ കഴിഞ്ഞാൽ പോയാൽ ഇല്ല. അത് ശരി. അത് നോർക്ക് വരപ്പെടുന്നു ഈ ഖബർമക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട്. എവിടെയുണ്ട്? മങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇവിടുന്ന് തിരുനാളിനൊക്കെ ഉണ്ട് ഇവിടെ. ശരി. മൈമാരെ അവിടുന്നൊക്കെ ഇങ്ങോട്ട് വരും. നമ്മുടെ പള്ളിയില്ലല്ലോ. നമ്മുടെ പള്ളിയാണ്. പള്ളിയാണല്ലോ ആദ്യം. കുഴപ്പം പള്ളികൾ മുമ്പുള്ളതാണല്ലോ. നമ്മളെ പള്ളിയാണ് ഏറ്റവും പഴക്കമുള്ള പള്ളിയില്ലേ? പഴക്കമുള്ള പള്ളി. എന്നതിന് ശേഷം കുഴപ്പം പള്ളി. ശരി. അപ്പോൾ നാൾ വായിച്ചാൽ കണ്ടില്ല, വീട്ടിൽ കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. കോട്ടപ്പുറം പള്ളി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പള്ളിക്ക് കഴിഞ്ഞാൽ 4 കഴിഞ്ഞാണ് വന്നത്. ശരി. 4-5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പള്ളി നേരിട്ട് മൂന്നാക്കത്ത് ഇങ്ങോട്ട് കൊണ്ടാണല്ലോ. മൂന്നാക്കത്ത് ഇങ്ങോട്ട് മാറിയതാണ് പള്ളി. അന്ന് ഈ നമ്മളെ പള്ളി പിന്നെ മൂന്നാക്കത്ത് പള്ളി ഉണ്ടാകും. നമ്മൾ ഇവിടെ മൂന്നാക്കത്ത് പോകാൻ പെരുന്നാളിനും ദിവായ്ക്കൊക്കെ അങ്ങനെ ദിവായ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ദിവായ് ഇരിക്കണം അവിടെ. അപ്പം അന്ന് തീരുമാനിച്ചു അടുത്ത കൊല്ലം ഇങ്ങോട്ടില്ല, നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇരുമ്പലത്ത് പള്ളി ഉണ്ടാവണം. അങ്ങനെയാണ് ഇരുമ്പലത്ത് പള്ളി. അപ്പം എന്തായാലും ചിലർ പറഞ്ഞു അവിടെ അടയ്ക്കാതെ ഇറക്കമാണെന്ന്, ചിലർ ഇവിടെയുള്ളൊരു ബന്ധമാണെന്ന്. രണ്ടുമാണ് നറുക്കിട്ടു. നറുക്കിട്ടപ്പോൾ ഞെട്ടാ കിട്ടിയത്. അങ്ങനെ ചരിത്രം ഞാൻ ആദ്യം. അമ്മ പുറത്താണ് ആ പള്ളി വെക്കേണ്ടതല്ലോ കുറച്ച് കാലം. ശരി. നടുവംശം 4 അയച്ചാണ് അത്. ഓ, ആ പറമ്പ്. ശരി. ആ 4 പൈസ ഇല്ല. 4 വഖഫ് ചെയ്താണ്. 4 അന്ന് ഓരോ വീട്ടിൽ വെച്ചിട്ട്. നിങ്ങളെ പഠനമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ ഓരോ പേര് വെച്ചിട്ടാണ്. നിങ്ങൾ മദ്രസയിൽ പോയത്? നമ്മൾ നമ്മുടെ തറവാട്ടിൽ വെച്ചിട്ടാണ്. ആ കൊലയും വെച്ചിട്ടുണ്ടാവും, പിന്നെ വേറെ കൊലയും ഉണ്ടാവും, അടുത്തടുത്ത് കൊലയിലൊക്കെ ഉണ്ടാവും, ചില വീട്ടുകളിലൊക്കെ.
മദ്രസ പഠനം അങ്ങനെ. അതെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ സ്കൂളിൽ തുടങ്ങിയത്. സ്കൂൾ നിങ്ങൾ അന്ന് കാലത്ത് സ്കൂളിൽ പോയിക്കണം? അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ അയ്യൂബ് സ്കൂൾ തന്നെ. അയ്യൂബിൽ അയ്യൂബ് സ്കൂൾ ഇവിടുത്തെ പഴയ സ്കൂൾ. ആര്? തേനൂസിലാരോ? അത് ശരി. അന്ന് ഒരു ഇതുപോലെ തന്നെ ചെറിയ ഒരു പര കെട്ടിട്ട് എവിടെ സ്കൂള്? ആ അന്ന് ഒരു കെട്ടി രണ്ടുപേരെ അന്നും രണ്ടെണ്ണമാണ് സ്കൂള്. രണ്ടെണ്ണമാണ് അന്ന് സ്കൂൾ രണ്ടെണ്ണം. ആ സ്കൂളും മത്സരം. അത് ശരി. പക്ഷെ മദ്രസ അന്ന് പോരാത്ത കോലേമല എന്നും നടത്തും. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ തുടങ്ങിയത്. അത് ശരി. വരാമെന്ന് കൊട്ടു നമ്മളെ മദ്രസ ആദ്യം ജമാഅത്ത് മദ്രസയിലുണ്ടോ? ആദ്യം വന്ന മത്സരം അവിടെ അതാണ് ജമാഅത്ത് മദ്രസ. പിന്നെ വന്ന ഈ കേരളത്തിൽ വരെയാണ് അത് ജിമാത്തിൽ. അന്ന് ജിമാത്തല്ല നമ്മളെ പള്ളിപ്പടിക്ക് ഇപ്പോഴാണ് അതിൻ്റെ പേര് വന്ന് കാണുന്നത്. അതിൻ്റെ മുമ്പ് പള്ളിപ്പടി ഉണ്ടാകുന്ന പള്ളിപ്പടിക്ക് പേരില്ല. അത് ഞാൻ ഇന്നലെ അമ്മേരെ ഇവിടെ പോയപ്പോൾ കേട്ടതാണ്. പള്ളിപ്പടി കുറേ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. മദ്രസ വന്നതിന് ശേഷമാണ് നമ്മൾ പള്ളിപ്പടി ആയത്. എന്നെ പള്ളിപ്പടി അവിടേക്ക് എന്താ പറയുക? മേച്ചേരി പറമ്പ് തന്നെ. അത് ശരി. പള്ളിപ്പടി ഇല്ല. അതിനുശേഷം പള്ളിപ്പടി മൂർക്കവ് അങ്ങാടിങ്ങളൊക്കെ വാര്യപ്പടി. വാര്യപ്പടിയൊന്നുമില്ല. വാര്യപ്പടി ഇല്ല. അന്നില്ല. മൂർക്കവില്ല. ഒന്നുമില്ല. ഈ മോസ്കോ എന്നുള്ള പേരെന്താണോ? മൂർക്കൊന്നുമില്ല. ആൾക്കാർ കൂടി അപ്പുറത്ത് അയച്ചു കൂടി അവിടെ കൂടിയെന്നൊക്കെ കൂടിയ ആൾക്കാർ കൂടി മൂർക്കോല് അല്ല. ഇവിടുന്ന് വിട്ടാ സെൻട്രൽ ഇപ്പോൾ അവിടെയാണ്. അത് ശരി. വിട്ടാ അത് ശരി. മൂർക്കൊന്ന് പേര് വരാൻ കാരണം ബസ് സ്റ്റാൻഡ് തുടങ്ങിയത് സ്റ്റോപ്പ്. അവിടെ ബസ് സ്റ്റോപ്പ് വന്നു. ഓ അത് ശരി. അന്ന് ഈ ഒരു വാൻ ഓടിയിരുന്നു. ഒരു വാൻ ഓടിയിരുന്നു. വാനോ? ആ ഇപ്പോഴുള്ള കല്യാണത്തിനൊക്കെ ഒരു വാൻ വരുന്നുണ്ട്. അത് ശരി. അന്ന് ജീപ്പൊന്നും സുലഭമായിട്ടില്ല. അപ്പോൾ ജീപ്പൊന്നും ഇല്ല. ജീപ്പും കാറൊന്നും ഇല്ല. മോട്ടോർ സൈക്കിളില്ല. ഒരു വാൻ സൈക്കിളുണ്ട്. ആ സാധാ സൈക്കിള്. അത് ശരി. പിന്നെ കാളവണ്ടി ഉണ്ട്. കാളവണ്ടി. അന്നത്തെ യാത്ര അങ്ങനെയാണ്. അപ്പോൾ കാളവണ്ടിയിൽ പോകും കുറേ ആൾക്കാർ. അത് ശരി. കാളവണ്ടി ഈ വാനും നല്ല സുഖമാണ്. കട അപ്പോൾ ഈ പൈസയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ പൈസ നിങ്ങൾ പണ്ട് അണാന്നൊക്കെ ഉണ്ട്. ശരി. നോട്ടൊന്നുമില്ല. അതിൻ്റെ വല്ല ഇതുണ്ടോ കയ്യിൽ? ശേഖരം വല്ല അണകൾ വല്ല ഞാൻ കാണാൻ? പിന്നെ നോട്ടൊക്കെ വന്നു. അത് ശരി. നോട്ടിൽ പോയി പിന്നെ ചില്ലറ പൈസ പിന്നെ പൈസയൊക്കെ മാറി തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ മാറി. പിന്നെ ഒരു ഉറുപ്പ്യായിട്ട് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അന്നത്തെ. ആ പിന്നെ നമുക്ക് തന്നോട് നോക്കാൻ 100 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇന്നത്തെ 1000ആണ്. അത് ശരി. അല്ല അന്ന് നിങ്ങൾ പിന്നെ അപ്പോൾ ആദ്യം ശമ്പളം കിട്ടിയ എത്ര ഓർമ്മട്ടോ? ഏകദേശം ശമ്പളം അങ്ങനെ ശമ്പളത്തിന് അല്ല ആദ്യം കിട്ടിയ ശമ്പളം എത്ര എന്നുള്ളത് നമുക്കൊക്കെ ഉണ്ടാവില്ല. 60 ഉറുപ്പ്യ ഉണ്ടാവും ആദ്യം കിട്ടിയ ശമ്പളം. ഓ അതുകൊണ്ട് ഈ 10 മക്കൾ നോക്കണം. അത് ശരി. എന്നിട്ട് വയനാട് കയറി. എന്നിട്ട് വയനാട് കയറി. ചെന്ന് നോക്കുമ്പോൾ പൈസ ഒരു 100 ഉറുപ്പ്യ 150 ഉറുപ്പ്യ കണ്ടിട്ട് കിട്ടും. അത് ശരി. ദിവസ കൂലി അതൊന്ന് കിട്ടും. വണ്ടി ലോഡാക്കിയാൽ. അത് ശരി. ഈ ഒടിയന്മാരെ കുറിച്ചിട്ട് ഇന്നാൾ നിങ്ങൾ പറഞ്ഞിരുന്നു. ഒടിയന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുമില്ല. അത് ശരി. ഈ വല്യമ്മ ഒടിയന്മാർക്ക് മുറുക്കാൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളൊക്കെ വന്നിട്ടുണ്ട്. നടക്കുമ്പോൾ ചിലപ്പോൾ രാത്രി കാണാം. സംഭവം ഉള്ളത് തന്നെയാണല്ലേ? നിങ്ങളെ ഒരു ദിവസം പൊട്ടി തിരിപ്പിച്ചെന്ന് പറയുന്നത് മേച്ചറം വന്ന് അത് നമ്മളറിയാതെ പൊട്ടി തിരിപ്പിക്കാന്നുള്ളത്. പൊട്ടി തിരിപ്പിക്കാറിനാ എനിക്കറിയില്ല. അത് ഇങ്ങനെ കിട്ടി കറക്കുക. അങ്ങനെ പറയാൻ കഴിയുമ്പോൾ പെട്ടെന്ന് ധാരണ കിട്ടും ഈ വഴി ഇപ്പം നമ്മൾ പോകണ ശരിയല്ല. അവിടെ അവിടെ നിന്ന് കുറേ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉച്ച കണ്ടില്ല. ഇങ്ങനെ കണ്ണിൽ ശരി. പിന്നെ കണ്ടില്ല. ഞങ്ങൾക്കൊന്നും പിന്നെ അത് അനുഭവിക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് നടക്കുക നിന്നിട്ടൊന്നും കാണിക്കണ്ട. എന്നാൽ കുറേ ആൾ കഴിഞ്ഞാൽ ഒരു മംഗലം ഒരു പ്രകാശം ഇങ്ങനെ വരും. ശരി. കണ്ണിന് പ്രകാശം കിട്ടും. ആ പ്രകാശം കിട്ടിയാൽ പിന്നെ ആരും ഒക്കെ കാണില്ല. അത് ശരി. അങ്ങനെയല്ലേ?
പിന്നെ ഇപ്പൊ ഈ വൈക്കോട് ചൂട്ടട്ടി പോണാണ് പൊട്ടി ഈ കുഞ്ഞിനെ കൂടെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നല്ല പറഞ്ഞിട്ടുണ്ട് ചൂട്ടുകളിലേക്ക് കെട്ടിയിട്ടൊന്ന് ആ ഈ പാറപ്പട്ട് കഴിഞ്ഞിരുന്നു ആ പോലെയാണ് ആ ആ ആ പോലെ വലിയ പാറയായിരുന്നു ഇത് പാടന്നല്ലേ സീതമ്മ പാറ ആ പാറ വഴിക്ക് അച്ചാണല്ലോ അത് ശരി ആ അങ്ങനെ ആ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഇവിടെ വന്ന ആൾ മറ്റില്ല അത് ശരി എന്നിട്ട് തരൂല്ല നമ്മളിവിടെ വന്നതിന് ഉണ്ടായിക്കണോട്ടെ അത് ശരി വല്യപ്പാന് പൊട്ടിത്തിരിപ്പിച്ചാറുണ്ട് നാളെ എത്തിയിട്ടില്ല ഇനി ഞങ്ങൾ ഇൻഷാള്ള അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വരണ്ട് അത് വേണം